നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരായ T20 പരമ്പരയ്ക്ക് മുൻപ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസണിനെ പിന്തുണച്ച് ഇന്ത്യയുടെ മുൻ അസിസ്റ്റന്റ് കോച്ച് അഭിഷേക് നായർ എത്തുന്നു. രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജുവിന്റെ ബാറ്റിംഗ് ഓർഡർ മാറ്റാതെ തന്നെ പിന്തുണയ്ക്കുന്നത് അദ്ദേഹം ടീം മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുകയുമായിരുന്നുവെന്ന് പറയാം. ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ T20 ടീമിലേക്ക് തിരിച്ചെത്തിയതോടെയാണ് സഞ്ജുവിന് ഓപ്പണിംഗ് ബാറ്റിംഗ് സ്ഥാനം നഷ്ടമായത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു. മധ്യനിരയിലേക്ക് മാറ്റപ്പെട്ട അദ്ദേഹം 2025 ഏഷ്യ കപ്പിൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തിരുന്നു. ഇതിനിടയിലാണ് സഞ്ജുവിനെ കുറിച്ച് അഭിഷേക് പറഞ്ഞ വാക്കുകളും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വൈറലാകുന്നതും. സഞ്ജുവിനെ നോക്കൂ, മധ്യനിരയിൽ കളിപ്പിക്കാൻ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ലോകകപ്പ് വരെ സഞ്ജുവിനെ ഒരേ ബാറ്റിംഗ് പൊസിഷനിൽ തന്നെ കളിപ്പിക്കണം. ഓസ്ട്രേലിയൻ സാഹചര്യങ്ങൾ സഞ്ജുവിനെ തിളയ്ക്കാൻ തന്നെ സാധിക്കുന്ന ഒന്നാണ്. ബൗൺസി വിക്കറ്റുകൾ, പുൾ, കട്ട് ഷോട്ടുകൾ കളിക്കാൻ സഞ്ജു ഇഷ്ടപ്പെടുന്നുവെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സാഹചര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഗെയിമിന് അനുയോജ്യമാകും. സഞ്ജു ഒരു നീണ്ടകാലം തന്നെ ഇന്ത്യൻ ടീമിൽ അർഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്. മധ്യനിരയിൽ പുതിയ റോളുമായി പൊരുത്തപ്പെട്ട സഞ്ജു കഴിഞ്ഞ മാസം അവസാനിച്ച ഏഷ്യ കപ്പിൽ ഇന്ത്യക്കായി ചില നിർണായക ഇന്നിംഗ്സുകളും കളിക്കുകയും ചെയ്തിരുന്നു. സമ്മർദ്ദത്തിനിടയിലും ഫൈനലിൽ പാകിസ്ഥാനെതിരെ നേടിയ 24 റൺസ് ഇന്ത്യയുടെ വിജയത്തിന് നിർണായക സംഭാവനകൾ നൽകി. നേരത്തെ ഓപ്പണർ എന്ന നിലയിൽ തന്നെ ടീമിനായി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ തന്നെ സാധിക്കുകയും ചെയ്തു എന്നത് നമുക്ക് ശ്രദ്ധേയമായി പറയേണ്ട ഒരു കാര്യമാണ്. T20 ഏകദേശം 26 ശരാശരിയുള്ള സഞ്ജു 42 ഇന്നിംഗ്സുകളിൽ നിന്ന് 3 സെഞ്ചുറികളും നേടി. 3ഉം ഓപ്പണറായി തന്നെയായിരുന്നു. ഏഷ്യ കപ്പിൽ ഇന്ത്യക്കായി മുഴുവൻ മത്സരങ്ങളിലും കളിച്ച ശേഷം ഓസ്ട്രേലിയയിൽ മിന്നിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ. 5 മത്സരങ്ങളുടെ പരമ്പരയിൽ എല്ലാ കളിയിലും അദ്ദേഹത്തിന് പ്ലേയിങ് 11-ൽ സ്ഥാനമുണ്ടെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും എന്നത്തെ പോലെയും സഞ്ജു നേരിടുന്നത് ഇപ്പോൾ സഞ്ജുവിന്റെ ഫിറ്റ്നസ് തന്നെയാണ്. ഇരയായി മാറുന്നത് സഞ്ജുവിനെ എപ്പോഴും കാണുന്നത് തന്നെയാണ്. കാൻബറയിൽ ആദ്യ T20ക്ക് മുന്നോടിയായി പരിശീലനത്തിനിടെയുള്ള ഒരു ചിത്രം പുറത്തു വന്നതോടെ അദ്ദേഹത്തെ ട്രോളുന്നത് ഇപ്പോൾ അദ്ദേഹത്തിനും ഇരയായി മാറുകയാണ്. എന്നാൽ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ് സഞ്ജു സാംസൺ. ഇങ്ങനെ പോയാൽ വൈകാതെ തന്നെ ഇന്ത്യൻ ടീമിലെ സ്ഥാനവും നഷ്ടമാകുമെന്ന് ആരാധകർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. വളരെയധികം ബോഡി ഷേമിംഗ് ആണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്ക് താഴെ നൽകിക്കൊണ്ടിരിക്കുന്നത്. രോഹിത്തിനെ വെച്ചും രോഹിത് എന്നാൽ ഇപ്പോൾ ചുറുചുറുക്കുള്ള പയ്യനായപ്പോൾ സഞ്ജു വീണ്ടും രോഹിത്തിനെ പോലെ മാമൻ കളി കളിക്കുന്നു എന്നാണ് മലയാളികൾ പോലും താഴ്ത്തുന്നത്. പല രീതിയിൽ മലയാളികൾ പോലും സഞ്ജുവിനെ ഇങ്ങനെ താഴ്ത്തി തുടങ്ങിയാൽ എത്തരത്തിലേക്ക് നിൽക്കുമെന്നും സഞ്ജുവിനെ പിന്നെ ആരാണ് പിന്തുണയ്ക്കുക എന്നും ചിന്തിക്കേണ്ടതുണ്ട്. കളി മോശമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫിറ്റ്നസ് മോശമായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കളിയാക്കുന്നതിന് മുൻപും കണ്ടിട്ടുണ്ട്. എന്നാൽ മലയാളികളുടെ നിന്ന് ഇതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മോശം ഫിറ്റ്നസ് നിലവാരത്തിന്റെ പേരിലാണ് സഞ്ജു സാംസണിനെ സോഷ്യൽ മീഡിയയിൽ പലരും വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. പരിശീലനത്തിനിടെ ടീമംഗമായ റിങ്കു സിംഗിനെ കെട്ടിപ്പിടിച്ച് തമാശ പങ്കിടുന്ന സഞ്ജുവിന്റെ ഫോട്ടോയാണ് ഇപ്പോൾ ഇതിൽ വൈറലായി മാറിയിരിക്കുന്നത്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതും. റിങ്കു വളരെ മികച്ച ഫിറ്റ്നസിൽ നിൽക്കുന്നു. ചിത്രത്തിൽ നല്ല കിടിലമായി കാണുന്നു, ചുറുചുറുക്കോടെ കാണുന്നു. സഞ്ജുവിന് അമിത വണ്ണമുള്ളതായിട്ടാണ് കാണുന്നത്. ഒരു ക്രിക്കറ്റർക്ക് ചേർന്ന ശരീരപ്രകൃതമല്ല ഇപ്പോൾ അദ്ദേഹത്തിനുള്ളത് എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ എതിർത്തുകൊണ്ട് പറയുന്നത്. വലിയ രീതിയിൽ ആരാധകർ സഞ്ജുവിനെ വാളെടുത്തുകൊണ്ട് ഇപ്പോൾ പരിചയമായി തന്നെ പെരുമാറുകയാണ്. ഒരു വിഭാഗം അദ്ദേഹത്തെ പരിഹസിച്ചപ്പോൾ മറ്റു ചിലർ വിമർശിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സഞ്ജു സാംസൺ തടിയനായി പോയി, ഈ ശരീരം വെച്ച് എങ്ങനെയാണ് അദ്ദേഹത്തിന് വെച്ച് ടീമിൽ പിടിച്ചു നിൽക്കുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ബോഡി ഷെയ്മിങ്ങിന് അങ്ങേയറ്റം തന്നെയാണ് സഞ്ജുവിന് മേൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ.